ഇക്കുറി LDF ഒരു റൗണ്ടിൽ LDF രണ്ടാം സ്ഥാനത്ത് വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് UDF ഗുണകരമായി മാറും. 84 മുതൽ 97 വരെയുള്ള ബൂത്തുകളായിരുന്നു ഈ റൗണ്ടിൽ എണ്ണിയത്. 7ാം റൗണ്ടിൽ എണ്ണിയത്. അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് സരിൻ. ആ റൗണ്ടിൽ മാത്രം ഈ ബൂത്തുകളിൽ വോട്ട് പിടിക്കുന്നു പി സരിൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ലീഡ് 1315. ഇനി ഈ ലീഡ് കുറയാൻ സാധ്യതയില്ല, കൂടുകയല്ലാതെ കുറയാൻ സാധ്യതയില്ല. 1315 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. 1315 വോട്ടുകൾക്ക് 1325 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ കഥ ഒന്നുകൂടെ പറയാം. ഏറ്റവും അവസാനത്തെ ബൂത്ത്, ഇപ്പോൾ 97ാം നമ്പർ ബൂത്ത് GUPS വെസ്റ്റ് യാക്കര, അവിടെയും LDF ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത് 284 വോട്ട് നേടിയപ്പോൾ UDF ചെറിയ വോട്ട് വെച്ച് 293, നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ SMN UP EM സ്കൂൾ തോട്ടുങ്കൽ 201 വോട്ട് നേടി 95A ഓക്സിലറി ബൂത്തിൽ LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തിരുന്നു. GLPS ഈസ്റ്റ് യാക്കരയിൽ 144 വോട്ട് നേടി 157 UDF തൊട്ട് പിന്നിൽ എത്തിയിരുന്നു. അതുപോലെ 172 വോട്ട് കിട്ടിയിരുന്നു ബിഗ് ബസാർ 2 ബൂത്തുകളിൽ ഒന്നിൽ 92ാം നമ്പർ ബൂത്തിൽ. ഇങ്ങനെ 2-3 ഇടത്ത് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. LDF പി സരിന് 7ാം റൗണ്ടിൽ വോട്ട് നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ UDF ആണ് ലീഡ് ചെയ്യുന്നത്. 1325 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. അതേസമയം 7ാം റൗണ്ടിൽ ആദ്യമായി രണ്ടാം സ്ഥാനത്തേക്ക് BJP മൂന്നാമതേക്ക് പിന്തള്ളിക്കൊണ്ട് 7ാം റൗണ്ടിൽ മാത്രം പി സരിൻ LDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക് എത്തി എന്നതാണ് വോട്ട് ചിത്രം. യെസ്, അതായത് ഇനി നടക്കാനിരിക്കുന്നത് 7ാം റൗണ്ടിൽ കഴിഞ്ഞത് കുന്നത്തൂർമേട് കൽമണ്ഡപം മണപ്പുള്ളിക്കാവ് ആണ്. അവിടെ എണ്ണി കഴിയുമ്പോഴാണ് 1325 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നത്. ഇനി 8ാം റൗണ്ട് ആണ് നടക്കുന്നത്. 8ാം റൗണ്ട് വളരെ പ്രധാനപ്പെട്ട റൗണ്ടാണ്. യാക്കര, നൈക്കാർ തെരുവ്, ബിഗ് ബസാർ ഈ മേഖലയിൽ UDF ആണ് വലിയ ലീഡ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും സരിൻ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞാൽ അവസാനത്തെ 8 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഇത് മുനിസിപ്പാലിറ്റി കഴിയും. പിരായിരിയിലേക്ക് കടക്കുമ്പോൾ മത്സരം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുമോ? അതാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്ന ഒരു ചിത്രം. 105 മുതലാണ് പിരായിരി ഗ്രാമപഞ്ചായത്തിലെ വോട്ട് തുടങ്ങുന്നത് അല്ലേ? 9ാം റൗണ്ട് മുതൽ 9ാം റൗണ്ട് 105ാമത്തെ ബൂത്ത് അല്ലേ? 105ാമത്തെ ബൂത്ത് മുതൽ പിരായിരി തുടങ്ങുന്നു. ഒന്നുകൂടെ കൺഫേം ചെയ്ത് പറയാം, ഒരു സെക്കൻഡ്. അതെ 105 അല്ലെ? 9ാം റൗണ്ട് മുതൽ പിരായിരി ഗ്രാമപഞ്ചായത്താണ്. മേപ്പറമ്പാണ് ആദ്യം ഉണ്ടുക. മേപ്പറമ്പ്, കല്ലേക്കാട് മേഖലകൾ UDF വലിയ ലീഡ് കൊടുക്കാൻ കഴിയുന്ന 105 മുതൽ 137 വരെ പിരായി ഗ്രാമപഞ്ചായത്തിലെ UDF വലിയ വേൽക്കൈയുള്ള BJPയെക്കാളും LDF ഇരട്ടി വോട്ട് എപ്പോഴും ലഭിക്കുന്ന സ്ഥലമാണ്. 105 ടോട്ടൽ വോട്ട് ഇപ്പോൾ 12,000 വോട്ട് UDF ലഭിക്കുമ്പോൾ 5,000 BJPയുടെയും NDAയുടെയും വോട്ട്. 105ാം നമ്പർ ബൂത്താണ് പിരായിരി ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ബൂത്ത്. അതിലേക്ക് വോട്ടെണ്ണൽ നടക്കാൻ പോവുകയാണ്. തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇനിയിപ്പോ 7 റൗണ്ട് കഴിഞ്ഞു. 7 റൗണ്ട് കഴിയുമ്പോഴാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 റൗണ്ടിലും ലീഡ് ചെയ്തെങ്കിൽ ഇത്തവണ അവർക്ക് 2 റൗണ്ടിൽ മാത്രമേ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1ാമത്തെയും 5ാമത്തെയും റൗണ്ടുകളിൽ മാത്രമാണ് BJPക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി 8ാം റൗണ്ട് മുതൽ 14ാം റൗണ്ട് വരെ UDF മേൽക്കൈയുള്ള ഇടങ്ങളാണ്. അപ്പോൾ ഈ 1388 എത്രമാത്രം ഉയർത്താൻ കഴിയും? അതൊരു 10,000-ലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ വിജയമായിരിക്കും.